തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർ മുനിപുംഗവം. രണ്ട് മഹാത്മാക്കൾ തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പുരാണപ്രസിദ്ധമായിട്ടുള്ള ഒരു സംഗമമാണ്. അവിടെ ആരാണ് ശ്രേഷ്ഠനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. തപസ്വാധ്യായ നിരതം എന്നാണ്. ആരാണ് ഇവിടെ? നാരദ മഹർഷിയെ കുറിച്ചാണ് പറയുന്നത്. സകല പുരാണങ്ങൾക്കും കാരണ സ്വരൂപനാണ് അദ്ദേഹം. അതുപോലെ ഭഗവാന്റെ പരമഭക്തനായിട്ട് നിരവധി യുഗങ്ങൾ മന്വന്തരങ്ങൾ താണ്ടിക്കൊണ്ട് ഭൂമിയിൽ മാത്രമല്ല ആഗോള സഞ്ചാരിയാണ്. സകല ഗോളങ്ങളിലും സകല ലോകങ്ങളിലും സഞ്ചരിക്കുന്ന ആളാണ് നാരദ മഹർഷി. നമുക്കിന്ന് നമ്മുടെ ആധുനിക തലമുറയിൽപ്പെട്ട കുട്ടികൾ ഇത്തരം കഥകളൊന്നും കേൾക്കില്ല. ഒരു തവണ സപ്താഹത്തിന് പോയ സമയത്ത് കുറേ കുട്ടികൾ എവിടെയോ ഇരുന്നിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ പ്രേതത്തിൻ്റെ കഥ പറഞ്ഞ് കളിക്കുകയാണ്. പ്രേതകഥ, ഏതോ സിനിമയിലെ കഥ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പോയപ്പോൾ അവിടെ ബഹളം നിൽക്കുന്നു. ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഏലിയൻ്റെ കഥ പറയുകയാണ്. എന്താണ് ഏലിയൻ എന്ന് വെച്ചാൽ? അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്തെ ഏലിയൻ്റെ കഥയാണ്. പണ്ട് കാലത്തെ ഏറ്റവും വലിയ ഏലിയനായിരുന്നു നാരദ മഹർഷി. അതുപോലെ കുറെ ഏലിയന്മാരാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും പരശുരാമനും മത്സ്യാവതാരവും കൂർമാവതാരമൊക്കെ ആയിട്ട് വന്ന ആ മൂർത്തികളൊക്കെ തന്നെ നിങ്ങൾ പറയുന്ന ഏലിയൻ തന്നെയാണ്. കാരണം അവർ ആ ബ്രഹ്മലോകത്ത് നിന്നും വൈകുണ്ഠലോകത്ത് നിന്നും ശിവലോകത്ത് നിന്നും ഇങ്ങോട്ട് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നവരായ ഈശ്വര സ്വരൂപികളുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ നാരദ മഹർഷി പണ്ട് കാലത്തെ ആഗോള സഞ്ചാരം ചെയ്ത് നല്ല വാർത്തകളെ, നല്ല കഥകളെ ലോകത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് നാരം പരമാർത്ഥ വിഷയം മോക്ഷം ദദാതി ഇതി നാരദ. പരമാർത്ഥ വിഷയമായ മോക്ഷത്തെ, മുക്തിയെ നൽകുന്നവനാണ് നാരദ മഹർഷി. ആ നാരദ മഹർഷി എങ്ങനെയാണ് ഈ ഒരു നാരദ പദവിയിൽ എത്തിയത്? തപസ്വാധ്യായ നിരതം എന്നാണ്. നിരന്തരമായ തപസ്, നിരന്തരമായ സ്വാധ്യായം. എപ്പോഴാണ് നമ്മുടെ സ്വാധ്യായം അവസാനിക്കുക? നമ്മുടെ മരണത്തോടു കൂടിയാണ് നമ്മുടെ സ്വാധ്യായം അവസാനിക്കേണ്ടത്. കാരണം അധ്യയനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ദ്വിജന്, ഒരു ബ്രാഹ്മണന് അതിന് മുടക്കം വരാൻ പാടില്ല. മരണം വരെ പുതിയ പുതിയ കാര്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയിരിക്കണം എന്നാണ്. അതുപോലെ തപസ്, ഒരു ബ്രാഹ്മണന്റെ തപസ് എപ്പോൾ തുടങ്ങുന്നു? എന്നും പ്രഭാതത്തിൽ സന്ധ്യാവന്തനം, 2 നേരത്തെ സന്ധ്യാവന്തനം, 3 നേരം സന്ധ്യാവന്തനം ചെയ്യണമെന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. ആ സന്ധ്യാവന്തനം ഇല്ലെങ്കിൽ ബ്രാഹ്മണന്റെ ചൈതന്യമില്ല. അതുപോലെ വാങ്മയം തപസ്, ശാരീരമായ തപസ്, പിന്നെ മാനസമായ തപസ്. 3 തരം തപസ്സിനെ കുറിച്ച് ഗീതയിൽ വ്യക്തമായി പറയുന്നു. ഈ തപസ് നിരന്തരമായിട്ട് ചെയ്യുക. അവനവന്റെ തപസ്സിന്റെ ശക്തി ലോകത്തിന് വേണ്ടി പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ ധർമ്മം. അങ്ങനെ ആ ധർമ്മം നിരന്തരമായി അനുഷ്ഠിക്കുന്ന വാഗ്വിദാംബരം, വാഗ്വിത്തുകളുടെ ശ്രേഷ്ഠൻ, വാക്കിനെ അറിഞ്ഞ് പ്രയോഗിക്കുന്നതിൽ നാരദ മഹർഷിയെ കഴിഞ്ഞേ മറ്റാരുള്ളൂ. വാക്കിന്റെ അർത്ഥതലങ്ങളെ അറിയുന്നവൻ, വാക്കിന്റെ അന്തരാളങ്ങൾക്കിടയിൽ അർത്ഥത്തെ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുന്നവനായ നാരദ മഹർഷി. ആ നാരദ മഹർഷി വന്നപ്പോൾ ആരാണ് ചോദിച്ചത്? തപസ്വീ വാൽമീകി. തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വാൽമീകി മുനിപുങ്കവനായ നാരദ മഹർഷിയോട് നാരദം പരിപപ്രച്ഛ, ഒരു പ്രശ്നം വെക്കുകയാണ്. എന്താണ് പ്രശ്നം? പ്രശ്നം ചോദ്യം ചോദിക്കുക എന്നാണ്. ചോദിക്കുകയാണ്. അപ്പോൾ വാൽമീകിയും തപസ്വിയായ വാൽമീകി മഹർഷി തപസ്സിലും സ്വാധ്യായത്തിലും മുഴുകിയ, അതുപോലെ വാഗ്വിത്തുകളുടെ വാക്കിന്റെ മർമ്മമറിഞ്ഞ് പ്രയോഗിക്കുന്നവനായ നാരദ മഹർഷിയെ കണ്ടപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. ഈ 2 മഹർഷിമാർ, 2 മഹാത്മാക്കൾ, 2 തപസ്വിമാര് അന്യോന്യം കാണുന്ന ആ രംഗത്ത് നമ്മുടെ മുന്നിൽ വരച്ചു വെച്ചുകൊണ്ടാണ് ഈ രാമായണം എന്ന് പറയുന്ന അതിമഹത്തായ ഗ്രന്ഥം ആരംഭിക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം? കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച ഗതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത. നമ്മളൊക്കെ എന്നും ചോദിക്കുന്ന ആരാണ് നല്ല മനുഷ്യരുള്ളത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. നമ്മൾ പരസ്പരം കാണുമ്പോൾ എല്ലാവരും എന്താണ് പരദൂഷണം പറയുന്നവരും രാഗദ്വേഷികളും അസൂയക്കാരും കുശുമ്പുള്ളവരൊക്കെ തീർന്ന് ഒരാൾ നല്ല മനുഷ്യനെ കിട്ടാനില്ല. മനുഷ്യനെ അന്വേഷിക്കേണ്ട അവസ്ഥ. ഗ്രീക്ക് ചിന്തകനായിട്ടുള്ള ഗോയിത്തെ, അദ്ദേഹം പട്ടാപ്പകലിങ്ങനെ ചൂട്ട് കത്തിച്ചിട്ട്, ഇനി യൂറോപ്പിൽ എന്താണ് ചൂട്ടിന് പകരം എനിക്കറിയില്ല, ഏതായാലും അദ്ദേഹം ഇങ്ങനെ ചൂട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ പട്ടാപ്പകലിങ്ങനെ റോഡ് കൂടെ നടക്കുകയാണ് കത്തിച്ചിട്ട്. അപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ല മഹാത്മാവേ അങ്ങനത്തെ എന്താ ഭ്രാന്തളകിയോ, തലക്ക് കല്ലളകിയോ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ മനുഷ്യനെ അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ മനുഷ്യനെ അന്വേഷിക്കുകയാണ് എന്ന് വെച്ചാൽ കോടാനുകോടി മനുഷ്യരുണ്ടെങ്കിലും മനുഷ്യത്വം ഉള്ളവര് ഇല്ല എന്ന് വന്നിരിക്കുന്നു.
ഇത് എത്രയോ 2000 വർഷം മുമ്പ് നടന്ന കഥയാണ്. അപ്പോ മനുഷ്യനെ അന്വേഷിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഇത് വാൽമീകി മഹർഷിയുടെയും ജീവിതത്തിന് വേണ്ടി വന്നു. പക്ഷെ വാൽമീകി മഹർഷി മനുഷ്യനെയല്ല അന്വേഷിച്ചത്. എന്താണ്? ഉത്തമനായ മനുഷ്യൻ ആരാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ. ധർമ്മത്തെ അറിയുന്നവൻ ആണ് ധർമ്മജ്ഞൻ. കൃതജ്ഞൻ, അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു സാഫല്യം അനുഭവിക്കുന്നവനാണ് കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ. സത്യവാക്യ, സത്യത്തെ പറയുന്നവൻ, സത്യത്തെ പറയുന്നവൻ. ദൃഢവ്രതഃ, ദൃഢമായ വ്രതത്തെ അനുഷ്ഠിക്കുന്നവൻ. ചാരിത്രേണ ചകോയുക്ത, സ്വഭാവശുദ്ധിയോടുകൂടി ഇരിക്കുന്നവൻ. സർവഭൂതേഷു ഹിത, സർവചരാചരങ്ങൾക്കും ഹിതം ചെയ്യുന്നവൻ. മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾ അടങ്ങുന്ന സസ്യങ്ങളും മൃഗങ്ങളും മറ്റെല്ലാ പക്ഷിമൃഗാദികളും മനുഷ്യരും അടങ്ങുന്ന ഒരു ജീവസമൂഹം. ആ ജീവസമൂഹത്തിന് എന്നും ഹിതം ചെയ്യുന്നവനായിട്ട് ആരാണുള്ളത്? വിദ്വാൻ, അറിവുള്ളവൻ, ജ്ഞാനസമ്പന്നനായിട്ടുള്ള ആള്. സമർത്ഥൻ, ഏകപ്രിയദർശനം. നമ്മൾ പറയാം, ഒരു ഫസ്റ്റ് സൈറ്റിൽ ഒരാളെ കുറിച്ച് നമുക്ക് വിലയിരുത്താമെന്നൊക്കെ പറയാറുണ്ട്. ശ്രീരാമൻ എന്ന് പറയുന്ന ആ മഹാനുഭാവൻ ആദ്യം കാണുമ്പോൾ തന്നെ കാണുന്നവന്റെ ഹൃദയത്തെ കീഴടക്കുമെന്നാണ് അത് പറയുന്നുണ്ട്. പൂർവഭാഷി എന്ന് പറയുന്നുണ്ട്. ആദ്യം കയറി സംസാരിക്കുന്ന രാമനായിരിക്കും. എന്താ കാരണം? ആദ്യം സംസാരിക്കുന്നവന്റെ കയ്യിലാണ് ആ സംവാദം. യുദ്ധത്തിൽ ആദ്യം ആക്രമിക്കുന്നവരാണ് ജയിക്കുക എന്ന് പറയാറുണ്ട്. ഒരു സംവാദത്തിൽ പരസ്പര സംഭാഷണം ചെയ്യുമ്പോൾ ആദ്യം ആരാണോ അഭിവാദ്യം ചെയ്യുന്നത് അവന്റെ കയ്യിലാണ് ബാക്കിയുള്ള സംഭാഷണം എന്നാണ്. കാരണം അവൻ ആ രംഗം കൈയടക്കി കഴിഞ്ഞു എന്നാണ്. അങ്ങനെ പൂർവഭാഷിയായിട്ട് ആദ്യം കയറി സംസാരിക്കുക, മടിച്ചു നിൽക്കുകയില്ല എന്നർത്ഥം. ഒരാൾ നമസ്കരിക്കാൻ കാത്തു നിൽക്കുകയില്ല. പ്രായം നോക്കേണ്ട കാര്യമില്ല, ഗുണം നോക്കേണ്ട കാര്യമില്ല, വിദ്യ നോക്കേണ്ട കാര്യമില്ല, അഭിജാത്യം നോക്കേണ്ട കാര്യമില്ല. ഭഗവാൻ കയറി എന്ന് നമസ്കാരം പറയും. അപ്പൊ പിന്നെ തിരിച്ച് നമസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? ചിരിച്ചുകൊണ്ട് സ്മിതമുഖനായിട്ട് പറയുക, പുഞ്ചിരിച്ചുകൊണ്ട് അന്യന്റെ ഹൃദയത്തെ കവർന്നെടുക്കുക. അതാണ് സൗന്ദര്യം എന്നാണ് പറയുന്നത്. സൗന്ദര്യം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കതിന്റെ വ്യുത്പത്തി പരിശോധിച്ചാൽ മനസ്സിലാകും. സുഷ്ഠു ധാരയതി ചിത്തം, സുഷ്ഠു ധാരയതി ചിത്തം സ സുന്ദര. സുന്ദരൻ, ഇനിയിപ്പം സുന്ദരകാണ്ഡത്തിൽ ഞാൻ പറയാൻ പറ്റിരുന്നൊരു കാര്യമാണ്. സുന്ദരകാന്ഡം എന്ന ഹനുമാനെയാണ് നമ്മൾ സുന്ദരൻ എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഹനുമാൻ സ്വാമി സുന്ദരനായത്? സുഷ്ഠു ധാരയതി ചിത്തം. അന്യന്റെ ആരോടാണോ സംഭാഷണം ചെയ്യുന്നത് അത് കേൾക്കുന്നവന്റെ ഹൃദയത്തെ ധാരണം ചെയ്യും, ആ ഹൃദയത്തെ അലിയിപ്പിക്കും ആ സംഭാഷണ ചാതുരി കൊണ്ട്. അങ്ങനെയുള്ളവനാണ് ഹൃദയം. പരിശുദ്ധമായ ഹൃദയമുള്ളവന് മാത്രമേ പരിശുദ്ധമായ ഒരു വാക്ക് ആ മുഖത്ത് നിന്നും പുറത്തേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയുള്ള വാക്കുകളെ പറയുന്ന ആളിനെയാണ് സുന്ദരൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ സുന്ദരനാണോ? എത്ര പൗഡർ പൂശിയാലും, എത്ര മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാലും, എത്ര നല്ല വസ്ത്രം ധരിച്ചാലും നമ്മൾ സുന്ദരനാണെന്ന് അഭിമാനിക്കാമെന്നല്ലാതെ ഈ ഒരു ഹൃദയദ്രാവണ ശക്തി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സുന്ദരനാവുകയുള്ളൂ എന്നാണ് ഇതാ ശ്രീരാമചന്ദ്രനെ കുറിച്ച് പറയുന്നത്. സുന്ദരനാണ് അദ്ദേഹം എന്നാണ്. എല്ലാ അർത്ഥത്തിലും സുന്ദരനായിരുന്നു. ആത്മവാൻ ജിതക്രോധ, ആത്മാവിനെ അറിഞ്ഞവനാണ്, ക്രോധത്തെ ജയിച്ചവനായിട്ടുള്ള ആള് ആരാണ് എന്നാണ് ചോദ്യം. ഏതിച്ഛാമ്യകം ശ്രോതും പരം കൗതൂഹലം. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ എന്നാണ് വാൽമീകി മഹർഷി. രാമനെ കാണാത്ത ആളല്ല കേട്ടോ. രാമനെ കണ്ട് വനവാസകാലത്ത് രാമനെ കണ്ട് നമസ്കരിച്ച ആളാണ് വാൽമീകി മഹർഷി. പക്ഷെ അത് നാരദ മഹർഷിയുടെ ഒരു സർട്ടിഫിക്കറ്റ് പറഞ്ഞു. നാരദ മഹർഷി സർട്ടിഫൈ ചെയ്താൽ അതിനപ്പുറം പിന്നെ വേറൊന്നും നോക്കാനില്ല. അതാണ് നാരദ മഹർഷിയോട് ചോദിച്ചത്. അങ്ങനെ ഒരാൾ ആരാണ് എന്ന് ചോദിച്ച സമയത്ത് നാരദ മഹർഷി പറയാണ്, മഹർഷേ ത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരം. മഹർഷേ, അങ്ങേക്കറിയാം, അങ്ങ് കണ്ടിട്ടുണ്ട്, അങ്ങ് സംസാരിച്ചിട്ടുണ്ട്. ആ മഹാനുഭാവൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി അന്വേഷിച്ചിറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഏതോ കാലത്ത് കഴിഞ്ഞ കഥയല്ല ഞാൻ പറയുന്നത്, വരാനിരിക്കുന്ന കഥയല്ല പറയുന്നത്. ഇപ്പോൾ സാമ്പ്രതം എന്നല്ല ചോദിച്ചത്. പൂർണ്ണസ്മിൻ സാമ്പ്രതം, ഇപ്പോൾ ആരാണെന്നാണ് ചോദിച്ചത്. കഴിഞ്ഞുപോയ ചരിത്രമല്ല ചോദിച്ചത്. അപ്പൊ നാരദ മഹർഷി പറയാണ്, ഇപ്പോൾ തന്നെ ഒരാളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ആരാണ്? ബഹവോ ദുർലഭാചേവയേ ത്വയാ കീർത്തിതാ ഗുണാഹ. അങ്ങ് ഒരുപാട് പേരുടെ ഗുണഗണങ്ങളെ കീർത്തിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നുമല്ല, അത്തരം ആളുകൾ ഒന്നുമല്ലാത്ത രീതിയിൽ, അവരൊക്കെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ ഒരു മനുഷ്യനുണ്ട് ഇവിടെ. ആരാണ്? ഇക്ഷ്വാകു വംശപ്രഭോ രാമോ നാമജനൈസ്തഃ. രാമായണം എന്ന മഹാകാവ്യത്തിന്റെ നായകനെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആരാണ് രാമായണത്തിന്റെ നായകൻ? ഇക്ഷ്വാകു വംശപ്രഭോ രാമോ നാമജനൈസ്തഃ. ഇക്ഷ്വാകു വംശപ്രഭവ. ഇനി രാമായണത്തിന്റെ പ്രതിനായകൻ, രാമായണത്തിലെ വില്ലൻ ആരാണ്?
അത് വിശ്വാമിത്രൻ പറയും. ഇപ്പൊ നമ്മൾ വായിച്ചു നോക്കിയ ആ ഭാഗത്ത് പറയുന്നുണ്ട്, പൗലസ്ത്യ വംശപ്രഭോ രാവണോ നാമ രാക്ഷസ. ഈ രണ്ട് ശൂരന്മാർ തമ്മിലുള്ള ഒരു യുദ്ധമാണ് രാമായണത്തിൽ നടക്കുന്നത്. അതാണ് ഇക്ഷ്വാകു വംശപ്രഭോ രാമോ നാമ ജനൈശ്രുത. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച രാമൻ എന്ന പേരുള്ള സൽപ്പേരുള്ളവനായ ആള്, മറുപക്ഷത്ത് പൗലസ്ത്യ വംശപ്രഭോ രാവണോ നാമ രാക്ഷസ. ഒരാൾ ബ്രാഹ്മണ വംശത്തിലാണ്, പുലസ്ത്യന്റെ മകനായിട്ട് ജനിച്ച ഒരാൾ രാവണൻ എന്ന് പറയുന്ന രാക്ഷസൻ. മറ്റേ ഇക്ഷ്വാകു എന്ന് പറയുന്ന ക്ഷത്രിയന്റെ മകനായിട്ട് ക്ഷത്രിയന്റെ കുലത്തിൽ ജനിച്ച സാക്ഷാൽ ശ്രീരാമൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ സ്വഭാവം? നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശി ബുദ്ധിമാൻ നീതിമാൻ വാഗ്മി ശ്രീമാൻ ശത്രു നിബർഹണ. വാൽമീകി പറഞ്ഞ ഗുണങ്ങൾ മാത്രമല്ല, വാൽമീകി പറയാത്ത ഗുണങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് ഏകദേശം 60-ലധികം ഗുണങ്ങളെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ വിപുലാംസോ മഹാബാഹു, നീണ്ടു വിടർന്ന മാറിടം, നീളമുള്ള കൈകള്, ആജാനുബാഹുവായിട്ട് മുട്ടത്തുന്ന കൈകളോട് കൂടിയിട്ട് ഉയർന്നു നിൽക്കുന്ന ആ ശിരസ്, വിടർന്നു നിൽക്കുന്ന നെറ്റിത്തടം, കമ്പുഗ്രീവൻ. കമ്പു എന്ന് വെച്ചാൽ എന്താണ്? ശംഖ് ആണ്. ശംഖ് പോലെയുള്ള കഴുത്തു എന്നാണ്. അപ്പോൾ നമ്മൾ ഈ രാമായണത്തിന്റെ തിലകം, ഭൂഷണം മുതലായിട്ടുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം, കമ്പുഗ്രീവ് എങ്ങനെയാണ് ശംഖ് പോലെ ഒരാളെ കഴുത്തായി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അയാൾ. അപ്പോൾ സാമുദ്രിക ശാസ്ത്രം പറയാണ്, ഈ ശംഖിന് കുറുകെ വരയുണ്ടാകുക, 2, 3, 4 വരകൾ കാണാൻ കുറുകെ. അതുപോലെ കഴുത്തിന് വരകൾ ഉണ്ടായിരിക്കുക, തിരശ്ചീനമായ രേഖകൾ കഴുത്തിലുണ്ടെങ്കിൽ അത് ശുഭലക്ഷണമാണ്, മഹാത്മാവിന്റെ ലക്ഷണമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ആരായിരുന്നു? കമ്പുഗ്രീവനായിരുന്നു, മഹാഫനു. അദ്ദേഹത്തിന്റെ താടികല്ല് അങ്ങനെ ഉയർന്നു നിൽക്കുന്ന താടിയത്തോട് കൂടിയിട്ടുള്ള ആള്, മഹോരസ്തഹ മഹേശ്വാസഹ ഗൂഢജത്രു. ശരീരത്തിൽ എവിടെയും എല്ല് പൊങ്ങിക്കിടക്കുകയില്ല. ജത്രു എന്ന് പറയുന്നത് നമ്മുടെ ഈ തോളെല്ലാണ്, ഈ കഴുത്തിലുള്ള എല്ല്. ചില ആളുകൾക്ക് അതിങ്ങനെ പൊങ്ങി നിൽക്കും, നല്ല ലക്ഷണമില്ല. അത് മാംസത്തിൽ ഇങ്ങനെ പൂഴ്ന്നു നിൽക്കണം എന്നുള്ളതാണ്. പിന്നെ സമവിഭക്താംഗ. നമുക്കൊക്കെ ഇടത് കണ്ണ് ചെറുതും വലത് കണ്ണ് വലുതുമാകും. ചിലപ്പോൾ കണ്ണ്, മൂക്ക് ഒക്കെ വലിപ്പം വ്യത്യാസം ഉണ്ടാവും. പക്ഷേ മഹാത്മാക്കള്, മഹാപുരുഷന്മാർക്ക്, മഹായോഗിമാർക്ക് ഇങ്ങനെ ഉണ്ടാവും, സമവിഭക്താംഗ, 2 ഭാഗം ഒരുപോലെ ഉണ്ടാകും. അതൊരു മഹത്വ ലക്ഷണമാണ് സാമുദ്രിക ശാസ്ത്രപ്രകാരം. വീനപക്ഷ, വിശാലാക്ഷ, വലിയ കണ്ണുകള്, യശസ്വി, ജ്ഞാനസമ്പന്ന, ശുചിർ, വശ്യ, സമാധിമാൻ. ആന്തരികവും ബാഹ്യവുമായ സകല ഗുണങ്ങളും തികഞ്ഞിരിക്കുന്ന വേദാംഗ തത്വജ്ഞനായിട്ടുള്ള, ധനുർവേദത്തിൽ വിശാരദനായിട്ടുള്ള, സർവലോകപ്രിയ, സർവലോകത്തിനും പ്രിയങ്കരനായിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാ സാധുജനങ്ങളോട്, ദീനാത്മാക്കളോട് കാരുണ്യമുള്ളവനായിട്ട്, ഇങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരാള്, സർവഗുണോപേത കൗസല്യാനന്ദവർദ്ധന. സമുദ്ര ഇവ ഗാംഭീര്യ. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരാൾക്ക് ഇന്ന് പൗരുഷം കുറവാണ്. അല്ല, സമുദ്ര ഇവ ഗാംഭീര്യ. എന്തിനോടാണ് ഉപയോഗിക്കുന്നത്? ആ സമുദ്രം ശാന്തമായിട്ട് കാണുമെങ്കിലും ആ സമുദ്രത്തിന്റെ ഗഹനതയും അതിന്റെ വിശാലതയും തന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ള ധൈര്യേണ ഹിമവാനിവ. ധൈര്യം, ഉറച്ചു നിൽക്കുന്ന ആ മനസ്ഥിതിക്ക് ഹിമവാനാണ് ഏറ്റവും വലിയ മകുടോദാഹരണം. ആ ഹിമവാനോളം സ്ഥൈര്യം അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടിയിരിക്കുന്നവനായി, വിഷ്ണുനാ സദൃശോവീര്യെ സോമുവൽ പ്രിയദർശന. വീര്യത്തിൽ വിഷ്ണു സമനായിട്ടും കാണുന്നവർക്ക് സന്തോഷം നൽകുന്നതിൽ സോമദർശന. ആ ശരത് പൗർണമിയിൽ ചന്ദ്രബിംബം ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ആരുടെ മനസ്സാണ് ആകർഷിക്കപ്പെടാത്തത്? ആ സോമബിംബത്തെ പോലെ, ചന്ദ്രബിംബത്തെ പോലെ ആർക്കും ആനന്ദം നൽകുന്നവനായ. എന്നാൽ ക്രോധം വന്നാലോ? കാലാഗ്നി സദൃശ ക്രോധേ. ക്രോധം വന്നു കഴിഞ്ഞാൽ പ്രളയാഗ്നി പോലെ, കാലാഗ്നി പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പൗരുഷത്തിന്റെ ഉടമയായിട്ടുള്ള ഒരു ആത്മപ്രഭാവം കൊണ്ട് ലോകത്തെ കീഴടക്കിയ ഒരു മഹാനുഭാവൻ ഈ ലോകത്തിലുണ്ട് മഹർഷേ. ആരാണ്? ദശരഥന്റെ മകനായിട്ട് ജനിച്ച സാക്ഷാൽ ശ്രീരാമനാണത്.